എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ടാസ്ക് ആയിരുന്നു പൂച്ചയ്ക്കാര് മണി കെട്ടു എന്നുള്ളത്, ടിക്കറ്റ് ഫിനാലയുടെ 6ാമത്തെ ടാസ്ക്. ഇന്ന് ഈ ടാസ്കിൽ വളരെ രസകരമായിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് വളരെ രസകരമായിട്ട് തന്നെയാണ് നടന്നതെങ്കിലും ഇവിടെ കള്ളക്കളികളും അതോടൊപ്പം തന്നെ പറ്റിക്കലും ഒക്കെ നടന്നിരുന്നു. ഇത് ഈ ആദ്യത്തെ ടാസ്ക്, അതായത് പൂച്ചയ്ക്ക് രാംദാസ് മണി അടിച്ച സമയത്ത് പൂച്ചയ്ക്ക് കൊണ്ട് ആദ്യ റൗണ്ടിൽ മാലയിട്ടത് ഋഷിയാണ്. ഋഷിക്ക് ആദ്യത്തെ ടാസ്ക് വിജയിക്കുകയും റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് എന്നുള്ള ടങ് ട്വിസ്റ്റർ പറയുകയും ഫസ്റ്റ് വിജയിച്ച് 1 പോയിന്റ് നേടി. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ എത്തിയപ്പോഴായിരുന്നു കളി മൊത്തം മാറി മറിഞ്ഞത്. രണ്ടാമത്തെ മത്സരത്തിലെത്തിയ സമയത്ത് രാംദാസ് ബെല്ലടിക്കുന്ന സമയത്ത് വന്നൊരു കൺഫ്യൂഷൻ കാരണം ആദ്യം അവിടെ കൊണ്ടുവന്ന് ജാസ്മിൻ മാല ഇട്ടു, അതോടൊപ്പം നന്ദന ഇട്ടു, ഋഷി ഇട്ടു, അങ്ങനെ ജിൻഡോ ഇട്ടു, അങ്ങനെ കുറെ പേര് മാലകൾ ഇട്ടു. എന്നിട്ട് ഇതിനകത്ത് ബെല്ലടിക്കുന്നതിന് മുമ്പേ മാലയിട്ടവരാണ് ഈ നന്ദനയും അതോടൊപ്പം ഋഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബഹളം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നന്ദന പറയുന്നുണ്ട് ഞാനാണ് ബെല്ല് അടിച്ചു കഴിഞ്ഞ് ആദ്യം ഇട്ട മാല, ജാസ്മിൻ പറയുന്നു ഞാനാ മാല ഇട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ ഇട്ടേന്ന് പറഞ്ഞു. ഓക്കെ, ജാസ്മിനെ പറയാൻ പറഞ്ഞു. ജാസ്മിൻ ടങ് ട്വിസ്റ്റർ പറഞ്ഞ സമയത്ത് തെറ്റിപ്പോയി. ഇതിന് പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജാസ്മിൻ അവിടെ നടന്ന് എല്ലാവരെയും തെറ്റിച്ചതാ. ഇത് പറഞ്ഞ അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി എന്ന് പറയുന്ന ആ ഒരു ടങ് ട്വിസ്റ്റർ പറയുന്ന സമയത്ത് എല്ലാവരെയും തെറ്റിച്ചു, ഒരിതും പറഞ്ഞ് തെറ്റിച്ചിട്ടുണ്ട്. ആ തെറ്റിച്ച സമയത്ത് എല്ലാവരുടെ മനസ്സിലേക്കും അത് പോത്തില്ലേ. അങ്ങനെ പറഞ്ഞ് തെറ്റിച്ച ആൾക്ക് അവിടെ പോയി പറയാനായിട്ട് പറ്റിയില്ല, കറക്റ്റ് പറയാൻ പറ്റിയില്ല. പുള്ളി അവിടെ തോറ്റുപോയി. രണ്ടാമത് നന്ദന പോയി. നന്ദന ഉള്ള രീതിക്ക് എനിക്ക് അറിയാവുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, അവിടെ പോയി തെറ്റിച്ച് കളഞ്ഞു. മൂന്നാമത് ജിൻഡോയാണ് പോയത്. ജിൻഡോയുടെ മനസ്സിലുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് അറിയാം അവിടെ പോയി തെറ്റുമെന്നുള്ളത്. ജിൻഡോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ലെന്നറിയാം. ജിൻഡോ അവിടെ പോയിട്ട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളിക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് ഋഷിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നീ കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് നീ പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്ന ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഋഷി പോയിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഋഷി അവിടെ ആ രണ്ടാമത്തെ ടാസ്കിൽ വിജയിക്കുന്നുണ്ട്. ഇവിടെ കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടനെ പൊട്ടൻ ചതിക്കും പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുള്ളത് പോലെയാണ് ഇവിടെ ജാസ്മിന് പറ്റിയത്. ജാസ്മിൻ വലിയ കാര്യത്തെ എല്ലാവരെയും ചതിച്ചിട്ട് അവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് നേടാൻ വേണ്ടി നിന്നതാണ്, പക്ഷെങ്കിൽ അവിടെ തോറ്റുപോയി. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ റൗണ്ട് വന്നു. മൂന്നാമത്തെ റൗണ്ടിൽ ഇതുപോലെ തന്നെയായിരുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ അതിമനോഹരമായിട്ട് ശ്രീതു കളിച്ച് വിജയിച്ചു എന്നുള്ളതാണ്. ശ്രീതു നല്ല രീതിയിൽ തന്നെ അവിടെ വിജയിച്ചു. കാരണം ശ്രീതുവിന് ഒരു കാരണവശാലും എല്ലാവരും വിചാരിച്ചിരുന്ന ശ്രീതുവിന് പറയാൻ പറ്റത്തില്ലെന്നാണ്, പക്ഷെ അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു കാര്യം ശ്രീതു അത് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം കുതിരയുടെ ആ ഒരു ടങ് ട്വിസ്റ്റർ ഭയങ്കര ലെങ്ത് ആയിട്ടുള്ളതും ഭയങ്കര ഒരു ടഫായിട്ടുള്ളതുമാണ്. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നരുത് കുതിരെ എന്ന് പറഞ്ഞൊരു തിന്നാൻ മുതിരരുത് കുതിരെ എന്ന് പറഞ്ഞൊരു ടങ് ട്വിസ്റ്റർ ആണ്. അത് കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ ശ്രീതു 1ാം സ്ഥാനത്തെത്തി 3 പോയിന്റ് നേടി. 2ഉം 1ഉം സ്ഥാനം നേടിയത് ഋഷിയാണ്. അങ്ങനെ ഋഷിക്കും പോയിന്റ് നേടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയിന്റ് പട്ടിക തുറന്നിരിക്കുകയാണ് ശ്രീതുവും. നമുക്ക് കാത്തിരിക്കാം ഇനി ഇന്ന് എന്തൊക്കെയാ മത്സരങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് എല്ലാം നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും.